ഞാൻ സുപ്രീം കോടതിയിലെ ഹർജിക്കാരനാണ്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് പബ്ലിക് സുരക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ കേസ് വരുന്നത് 17-ാം തീയതി വീണ്ടും എടുക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്കുണ്ടായിരുന്ന സന്തോഷം, ഗവൺമെന്റുകൾ പരാജയപ്പെട്ടിടത്ത് പ്രൈവറ്റ് കേസുകൾ വിജയിച്ചു. ഇപ്പോൾ ചപ്പാത്തിൽ കൂടെ ഒഴുകുന്ന പെരിയാറിന്റെ സ്വാഭാവിക നീരൊഴുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. റൂർക്കറവ് ലഭിച്ചിട്ടുള്ളതിനാൽ ഇപ്പോൾ ഡിസ്പോസ് ചെയ്യേണ്ട വെള്ളത്തിന്റെയും നിലനിർത്തേണ്ട വെള്ളത്തിന്റെയും കൃത്യമായ അളവ് കേരളത്തിന് ലഭിച്ചതുകൊണ്ട് ഇപ്പോഴും ഇന്നലെയൊക്കെ ഇതിലെ വേണ്ട വെള്ളം ചിലരുടെ ധാരണ മഴവെള്ളമാണെന്നല്ല, അത് തമിഴ്നാട് കേരളവും ചേർന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന റൂർക്കറവിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും ഡിസ്പോസ് ചെയ്യേണ്ട വെള്ളത്തെക്കുറിച്ചുള്ള കണക്കുള്ളത് കൊണ്ട് ആ വെള്ളം തുറന്നു വിട്ടതാണ്. പക്ഷേ ഇത് സാധാരണ ജനങ്ങളെ പരിഭ്രമിപ്പിക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് കാര്യമില്ല. അതായത് ഇപ്പോൾ ഡാമിൽ അധികമായിട്ട് ഉയർന്ന ജലനിരപ്പിനെ തുടർന്ന് കേരളവും തമിഴ്നാടും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് തുറന്നു വിട്ടിരിക്കുന്നത് നമുക്ക് റൂർക്കറവുണ്ട്. നേരത്തെ ഓപ്പറേറ്റിംഗ് മാനുവലും റൂർക്കറവും നമുക്കില്ലായിരുന്നു. ഡോക്ടർ ജോ ജോസഫ് കൊടുത്ത കേസിലാണ് നമുക്ക് റൂർക്കറവ് ലഭിക്കുന്നത്.